ഇതിൽ റിയൽ അക്കൗണ്ടിങ് പ്ലസിൽ ഡെയിലി സമ്മറി, അതായത് ഡെയിലി ട്രാൻസാക്ഷൻ സമ്മറി, അതുപോലെ തന്നെ ഡെയിലി റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കിവിടെ ഡാഷ്ബോർഡിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ട്രാൻസാക്ഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഓരോ സെക്ഷനിലും ഇപ്പോൾ സെയിൽസിൽ ക്യാഷ്, ക്രെഡിറ്റ്, അതർ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അതിൽ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഇത്ര ഉണ്ടായിരുന്നു, എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് എത്ര വരുന്നുണ്ട് അതിൽ വരുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, ഏതൊക്കെ സെയിൽസാണ് നടന്നിട്ടുള്ളത്. അതുപോലെ പർച്ചേസ് സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ഡീറ്റെയിൽസ് ഇവിടുന്ന് എടുക്കാം, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റ് റേഞ്ച് സെലക്ട് ചെയ്യാം, ഏത് ബ്രാഞ്ച്, ഏത് കൗണ്ടേഴ്സ്, ഇപ്പോൾ മൾട്ടിപ്പിൾ കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ കൗണ്ടേഴ്സ് ചൂസ് ചെയ്യാം. ഈ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അതിന് പുറമെ നമുക്ക് മറ്റുള്ള റിപ്പോർട്ട്സുകൾക്ക് ഇവിടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസിൻ്റെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിൻ്റെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്. ഡെയിലി റിപ്പോർട്ട്സ് തന്നെ ഇപ്പം ഡെയിലി സെയിൽസ്, പർച്ചേസ്, ട്രാൻസാക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതേഴ്സിൽ ഡെയിലി പ്രോഫിറ്റ് റിപ്പോർട്ട്, പ്രോഫിറ്റ് സമ്മറി, ഈ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.